ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാ. എനിക്കതൊന്നും ശരിയാക്കാൻ ഇനി സമയമില്ല. ബാക്കിയുള്ള സമയം കൊണ്ട് ശരിയായ ഒരു കാര്യം എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതെനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. നിങ്ങളില്ലാതെ അതിനെനിക്ക് സാധ്യമല്ല. ഈ രാജ്യം ശരിയാക്കാൻ പറ്റാത്തത്ര കറപ്റ്റാണ്. നമുക്കിത് ശരിയാക്കണം. പക്ഷെ അതത്ര എളുപ്പമല്ല. സ്വീകരിക്കേണ്ട മാർഗവും നല്ലതായിരിക്കില്ല. നല്ലത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റി ആയിരിക്കാൻ പറ്റില്ല. നിങ്ങളൊരു കോപിഷ്ഠനായ ദൈവമാകണം. കുറച്ച് ദേഷ്യം കാണിക്കുക. ഇത് കേട്ടിട്ട് നല്ലതായി തോന്നുന്നില്ല ആഷ്ലി. നിനക്കൊരു കോപ്പും അറിയില്ല ആഷ്ലി. സോറി ആഷ്ലി. ഈ ലോകം മുഴുവൻ കത്താൻ പോവുകയാണ് ബില്ലി. ഞങ്ങൾക്ക് വേണ്ടത് നിന്നെപ്പോലെ ഒരാളെയാണ്. സൂപ്പുകൾ നമ്മളെ വളഞ്ഞേതെങ്കിലും ക്യാമ്പുകളിൽ അടിമകളാക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കുള്ള മറുപടി ഞാൻ കണ്ടെത്തി. സൂപ്സിനെ കൊല്ലാൻ കഴിയുന്ന ഒരു വൈറസ്. ഇത് ഭ്രാന്ത് പിടിച്ചൊരു കാര്യമാണ്. നിനക്ക് പോലും അപകടമാണ്. ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു അപകടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നില്ലേ? നമുക്ക് പോകാം. ആ നായിന്റെ മക്കളെ തീർക്കണ്ടേ? ഇത് നന്മതിന്മകൾക്കിടയിലുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർലൈറ്റേഴ്സിനെ വേട്ടയാടാൻ പറയുന്നു. കോഴികൾ വീണ്ടും എനിക്കത് സംഭവിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. നോക്ക്, നമ്മളെല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭ്രാന്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള നമ്മുടെ സൊല്യൂഷൻ കൊലപാതകമാണ്. വയലൻസ് അല്ല ധൈര്യം. വയലൻസ് എന്നത് പവറാണ്. അതാണ് സ്പിരിറ്റ് മോനെ. ആർക്ക് വേണം നല്ല ടേസ്റ്റുള്ള ഒരു ക്രീമി മിൽക്ക് ഷേക്ക്? മോൺസ്റ്റേഴ്സിനെതിരെ ജയിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരെ പോലെ പെരുമാറണം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം.